പടിയത്ത് തറവാട് ക്ഷേമസമിതി കുടുംബ സംഗമം സംഘടിപ്പിച്ചു. പടിയത്ത് തറവാട് ക്ഷേമസമിതിയുടെ 11ാമത് കുടുംബ സംഗമം കൊടുങ്ങല്ലൂർ ചേരമാൻ മലിക് മൻസിൽ ഓർഫനേജ് ഹാളിൽ നടന്നു. ഡോക്ടർ PK മുഹമ്മദ് റഷീദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി PA ഷമീർ അനുശോചനം അവതരിപ്പിച്ചു. ജനറൽ സെക്രട്ടറി PA സെയ്ദ് മുഹമ്മദ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ സംഗമത്തിന്റെ ഉദ്ഘാടനം കേരള വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ നിർവഹിച്ചു. PV അഹമ്മദ് കുട്ടി വിശിഷ്ടാതിഥികളെ പരിചയപ്പെടുത്തി. തുടർന്ന് മുതിർന്ന അംഗങ്ങളെ ആദരിക്കൽ, നവദമ്പതികളെ ആദരിക്കൽ, വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കൽ എന്നിവ നടന്നു. ഇന്നത്തെ ഒരു ഉദാഹരണ പിന്നെ തിരഞ്ഞെടുത്തതിൽ നമ്മുടെ കമ്മിറ്റിയെ അഭിനന്ദിക്കുകയാണ്. പിന്നെ സ്റ്റേജിലുള്ള പ്രസിഡന്റ് പറഞ്ഞു വളരെ 3 ലക്ഷത്തിൽ തുടങ്ങിയ സർക്കാർക്ക് 8 ലക്ഷത്തിലെത്തി. അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹം ഒന്നും അറിയുന്നില്ല, മറ്റുള്ള ആൾക്കാരാണ്. അത് ഒരിക്കലും ശരിയില്ല. അദ്ദേഹത്തെ പോലൊരാൾ ഇതിൻ്റെ തലപ്പത്തിരുന്നുകൊണ്ടാണ് ഇത് ഈ രൂപത്തിലൊക്കെ നിന്ന് പോകുന്നത്. നമ്മുടെ സ്ഥാപക പ്രസിഡന്റ് കുട്ടികളെ പോലെ ഒരാൾ, ഒരു ചെറുപ്പക്കാരൻ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറയാം ഇതിനുവേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി. അതിന് വളരെ പ്രധാനപ്പെട്ട ഈ ആൾക്കാർ കൂടി ഈ സദസ്സിൽ നമുക്കറിയാം. ഈ കോവിഡ് കാലമൊക്കെ കഴിഞ്ഞിട്ട് എത്രയോ ആൾക്കാർ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. ഇപ്പോഴും ഇത്രയും തലമുതിർന്ന ആൾക്കാർ നമ്മൾ കൂടെ ഉള്ളത് അത് നമ്മുടെ ഭാഗ്യമാണ്. അവർക്ക് ഇനിയും പൂർണ്ണാരോഗ്യത്തോടു കൂടി ദീർഘായുസ് കൊടുക്കട്ടെ നമ്മുടെ നയിക്കാനിങ്ങനെ കാണാൻ. ഞാൻ തമാശ ഉൾപ്പെടെ പറഞ്ഞ സംഭവം നമ്മുടെ സക്കീർ സാഹിബ് പറഞ്ഞു. അവിടെ വന്നപ്പോൾ തന്നെ ഇത്രയും കാലിൽ കിടക്കുന്ന സീറ്റുകളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോവാണ് ഒരു ഉദ്ഘാടകൻ. ഞാനൊക്കെ ദൂരം നേരത്തെ വരാൻ കാരണം ഇത്ര ഒരു പ്രധാന ഒരു വ്യക്തി ഇവിടെ വരുന്നതുകൊണ്ട് ആ കൈവരുത്തിന് എത്തണം ഉദ്ദേശിക്കാൻ വേണ്ടി, അതുപോലെ സദസ്സ് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ 2 വർഷത്തിലൊക്കെ കൂടുന്ന സംഭവം ഇത് വളരെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇനി പുതിയ കമ്മിറ്റിക്ക് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അവരൊക്കെ നേരത്തെ വളരെ കാലം കൂട്ടി. ഇത് തന്നെ പെട്ടെന്ന് അറിഞ്ഞപ്പോൾ പ്രവാസ ലോകത്തു നിന്നുള്ള പല ആൾക്കാരും ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് എത്താൻ പറ്റിയിട്ടില്ല. ഇന്ന് രാജ്യം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലുള്ള ആൾക്കാർക്ക് ഇവിടെ എത്താൻ വേണ്ടി കുറേ ടൈമൊക്കെ നമ്മൾ കൊടുക്കാം. അപ്പം നേരത്തെ പറയാമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വലിയൊരു സദസ്സ് കുടുംബക്കാരെ കൂടെ കാണാൻ പറ്റിയത്. ഇനി വരുന്ന കമ്മിറ്റി അതിലൊന്ന്